വല്ലാത്ത സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും പടച്ചവനെ പേടി മണ്ണിടിച്ചിലുണ്ടാകുന്നു. ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഏകദേശം ഒരു 2 കൊല്ലമായിട്ട് നമ്മളെ പിടിപെടാൻ തുടങ്ങിയിട്ട്. എന്റെ പ്രിയമുള്ളവരെ, അതിനു മുമ്പൊക്കെയാണെങ്കിൽ പല പല പനികൾ, പല പല അസുഖങ്ങൾ പടർന്നു പനിക്കും, ഇങ്ങനെ പടർന്നു പണതരിച്ചുകൊണ്ടിരിക്കുന്നു. മാരകമായ രോഗങ്ങൾ ഇങ്ങനെ പടരുകയാണ്. പണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ, ട്യൂമർ എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എവിടെയെങ്കിലും ഒരാൾക്ക് വന്നാൽ അത് വലിയ അത്ഭുതമായിരുന്നു. ഇന്നിപ്പോ ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗി എന്ന രീതിയിൽ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് കള്ളു കുടിക്കുന്നവർ, കഞ്ചാവ് അടിക്കുന്നവർ, വീടി വലിക്കുന്നവർ, ഇവർക്കൊക്കെ ക്യാൻസർ ഉണ്ടാകും, ട്യൂമർ ഉണ്ടാകും എന്നൊക്കെ കരുതിയിരുന്നെങ്കിൽ 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് വരുന്നു. എന്തിന്? കൊച്ചു കുട്ടികൾ പോലും, 3ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ, അല്ലാഹുവേ പടച്ചവനെ, അവർക്ക് ഒരു ക്യാൻസർ വരുന്നു, ട്യൂമർ വരുന്നു, കിഡ്നി തകർന്നു പോകുന്നു. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളെക്കാളും ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികൾ കിഡ്നി തകർന്നു പോകുകയാണ്. ഏറ്റവും കൂടുതൽ കിഡ്നി തകർന്നവർ അവരാണ് ഏറ്റവും കൂടുതൽ രോഗികൾ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ കിഡ്നി തകർന്നു പോയിരിക്കുന്നത് മുസ്ലിമീങ്ങളാണ്. പുതിയ പഠനമനുസരിച്ച് മുസ്ലിമീങ്ങളാണ്. അതിന്റെ കാരണങ്ങൾ പറയുന്നത് ഭക്ഷണത്തിലെ ക്രമീകരണങ്ങൾ. ചില ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. നമുക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അള്ളാഹു എഴുതിയത് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് വാരിക്കോരി തീറ്റിയ. ചില ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. അങ്ങനെ കഴിച്ചാൽ അത് ശരീരത്തിന് നല്ലതല്ല, ആരോഗ്യത്തിന് നല്ലതല്ല, മനുഷ്യന്റെ കിഡ്നിക്കും കരളിനും അതുപോലെ മനുഷ്യന്റെ മരണത്തിന് വരെ കാരണമാകുമെന്ന് വെറുതെ ഒന്നുമല്ല എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് രോഗികൾ ഏത് കുടുംബം എടുത്തു നോക്കിയാലും ഏതെങ്കിലും ഒരു വീട്ടിൽ അല്ലാഹുവേ പടച്ചവനെ രോഗം പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടാകും. ഞാനിപ്പോ വരുമ്പോഴും അല്ലാഹുവേ ഭക്ഷണം കഴിച്ച വീട്ടിലെ വാപ്പ, അല്ലാഹു ഉപ്പയ്ക്ക് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മനസ്സിന് രോഗമില്ല, ശരീരത്തിന് രോഗമുള്ളൂ. അല്ലാഹു അദ്ദേഹത്തിന് ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ളവരെ, ദുരന്തങ്ങൾ ഇങ്ങനെ ഉണ്ടാകുക, വെള്ളപ്പൊക്കം ഉണ്ടായി, വീട് ഇങ്ങനെ ഒലിച്ചു പോവാ. അതുപോലെ തന്നെ പടച്ചവനെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണിട്ട് മയ്യത്ത് പോലും എടുക്കാൻ പറ്റൂല. ചില നാടുകൾ തന്നെ അവിടെ പള്ളി പോകുന്നു, അമ്പലം പോകുന്നു, ക്രിസ്ത്യാനി എല്ലാം പോവാ. അങ്ങനെ ഒന്നും ജാതി മതം ഒന്നുമില്ല, എല്ലാം പൊക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ദുരന്തങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്? അവിടെയാണ് നമുക്ക് മനസ്സിലാക്കുക. വെറുതെ ഒന്നുമല്ല ഇത് അല്ലാഹു കാണിച്ചത്. ഖുർആൻ എടുത്ത് നോക്ക്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. ഒരുപാട് ചരിത്രങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ ജലപ്രളയത്തിൽ മുക്കിക്കൊന്നു, തൂഫാനിൽ മുക്കിക്കൊന്നു. എത്രയോ പ്രവാചകന്റെ സമുദായങ്ങളെ ഞാൻ തലകീഴായിട്ട് എടുത്തു മറിച്ചു. ഇതൊക്കെ ഖുർആൻ ഇങ്ങനെ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. ഈ ചരിത്രങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് അല്ലാഹു അവസാനം പറയുന്നത്, നീ ചിന്തിക്കും മനുഷ്യ. വെറുതെ എന്നല്ല. ഏതൊരു സംഭവം അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോഴും അതിന്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നീ ചിന്തിക്കാനാ പറയുന്നത്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളു. ഇത് നിനക്ക് പഠിക്കുന്നതിന് വേണ്ടി അല്ലാഹു ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. പക്ഷെ നമ്മൾ തയ്യാറാകുന്നില്ല. അപ്പൊ അല്ലാഹു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഇതൊക്കെ കാണിച്ചു തന്നു. പഠിച്ചില്ല. നമ്മുടെ നാട്ടിലേക്കും അതെല്ലാം കടന്നു വന്നു. ദുരന്തങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനിയെങ്കിലും നമുക്കൊന്ന് പാഠം ഉൾക്കൊള്ളണം. ഇനിയെങ്കിലും നമുക്കൊന്ന് പഠിക്കാൻ തയ്യാറാകണം. എന്താണ് ഇതിന്റെ കാരണം? എന്താണ്? പടച്ചവനെ, വെള്ളപ്പൊക്കവും സുനാമിയും കൊടുങ്കാറ്റും ഉരുൾപൊട്ടലും എന്തിനാ പടച്ചവനെ നിപ പോലെയുള്ള മാരക രോഗങ്ങൾ ഇങ്ങനെ പടരുകയാണ്? അല്ലാഹുവേ പടച്ചവനെ, ക്യാൻസറും ട്യൂമറും കിഡ്നി തകർന്നവരും പടച്ചവനെ ശരീരം തളർന്നു കിടക്കുന്നവരും ഒരുപാട് മാരക രോഗങ്ങളും പടർന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ വരെ പടച്ചവനെ രോഗം പിടിപെടുകയാണ്. പടച്ചവനെ, പ്രഷറും ഷുഗറും എല്ലാം പ്രായമുള്ളവർക്കായിരുന്നെങ്കിൽ 4 വയസ്സുള്ള 5 വയസ്സുള്ള കുഞ്ഞിന് വരെ പടച്ചവനെ ഇൻസുലിൻ എടുക്കുന്ന കാലമാ. പ്രിയമുള്ളവരെ, ഇത്രയ്ക്കും മാരകമായ രോഗങ്ങള് എല്ലാം നമ്മളെ പിന്തുടരാനുള്ള കാരണം എന്താണ്? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിന്റെ കാരണമെന്നാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാണ്, ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്തെന്നറിയുമോ? കുല്ലു ബൽദത്തിൻ യകൂനു ഫീഹിൽ അർബഉ ഫഅഹ്ലുഹാ മഅസൂമൂന മിനൽ ബലാ. അവിടുന്ന് പറഞ്ഞു തരികയാണ്,
അല്ലാഹുവേ മഹാന്മാര് പറഞ്ഞു തരികയാണ്, ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്തെന്നറിയുമോ? ഒരു നാട്ടിലെ 4 വിഭാഗം ആൾക്കാർ ഇല്ലാതെ വന്നാൽ, ഒരു നാട്ടിൽ 4 വിഭാഗം ആൾക്കാർ ഇല്ലാതെ വന്നാൽ അവിടെ ദുരന്തങ്ങളും അവിടെ ഭൂകമ്പങ്ങളും സുനാമികളും മാരക രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ വിപത്തുകളൊക്കെ നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാകാനുള്ള കാരണം 4 വിഭാഗം ആൾക്കാർ ഇന്ന് കാണാൻ തന്നെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ പറക്കിയെടുക്കാം. 4 വിഭാഗം ആൾക്കാർ ഭൂമിയിൽ ഇല്ലാതെ വരുമ്പോൾ, ഒരു നാട്ടിലില്ലാതെ വരുമ്പോൾ ആ നാട്ടിൽ വിപത്തുകൾ ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ 4 വിഭാഗം ആരെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. ഈ പറയുന്ന 4 വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടോ? നിങ്ങളിൽ ആരെങ്കിലും ആ 4 വിഭാഗത്തിൽപ്പെട്ടവരാണോ? നമുക്ക് പഠിച്ചിട്ട് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബക്കറ്റ് കളക്ഷനുണ്ടോ? ആദ്യം വേണോ അവസാനം വേണോ? ഉസ്താദിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കാം. മാഷാ അല്ലാഹ്. അപ്പൊ അവസാനം, കാരണം ഇപ്പൊ എടുത്ത ഇപ്പൊ തന്നെ എഴുന്നേറ്റ് പോകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനം. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 സ്വലാത്ത് പറ. സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه ما سلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു വെളിച്ചമാക്കി തരുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും സമാധാനവും സന്തോഷവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ് നമ്മളെ എല്ലാവരെയും മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും മുത്തുനബിയുടെ റൗള സിയാറത്ത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് 4 വിഭാഗം. ഇതിലെ ഒന്നാമത്തെ വിഭാഗം നിങ്ങളുടെ പരിസരത്ത് കരുവാങ്കര എത്ര കിലോമീറ്റർ ഉണ്ട്? 2.5 കിലോമീറ്റർ. കരുവാങ്കര ഇവിടെ വഴുത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അവിടുത്തെ ഒരു വിഭാഗം ഞാൻ അവിടെ പറഞ്ഞു, ബാക്കി 3 വിഭാഗം ഇവിടെ പറയാന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അവിടെ വരാത്തവരാണെന്ന് അറിയാം. എങ്കിലും ഇൻഷാ അല്ലാഹ് അതിലെ ഒരു വിഭാഗം ഞാൻ അവസാനം പറയാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു നാട്ടിൽ ദുരന്തമുണ്ടാകാനുള്ള കാരണങ്ങൾ 4 എണ്ണമാണ്. 4 വിഭാഗം ആൾക്കാരില്ലാതെ വരുമ്പോഴാണ് ഭൂമിയിലെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ആ 4 കാര്യങ്ങളിൽ ഒരു കാര്യം എന്തെന്നറിയുമോ? വാലിമുൻ അലാ സബീലിൽ ഹുദാ. പറയുകയാണ്, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു നാട്ടിലില്ലാതെ വന്നാൽ അവിടെ ദുരന്തമുണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ, പ്രിയമുള്ളവരെ, ആലിമീങ്ങളുണ്ടല്ലോ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന അൽ-ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളായ ആലിമീങ്ങളുണ്ടല്ലോ. ആലിമീങ്ങൾ ഒരു നാട്ടിലില്ലാതെ വന്ന അവിടെ വിപത്തുകൾ ഇറങ്ങുമെന്ന് അവിടെ നിന്ന് പറഞ്ഞു വരുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാര്, ആലിമീങ്ങളുടെ മഹത്വം എന്താണ്? പവിത്രത എന്താണ്? സ്ഥാനം എന്താണ്? അവരാരാണ്? അവരെ സ്നേഹിച്ചാൽ, അവരെ ബഹുമാനിച്ചാൽ, അവർക്ക് ഭക്ഷണം കൊടുത്താൽ, അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താണെന്ന് നമ്മളിൽ പലർക്കും മനസ്സിലായിട്ടില്ല. പുതിയ തലമുറയുണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ കാരണവന്മാരുണ്ടല്ലോ, അവർക്ക് നിർബന്ധമായിരുന്നു എന്റെ കുടുംബത്തിൽ ഒരു ആലിമ വേണം. പഴയ വാപ്പമാർക്ക് നിർബന്ധമായിരുന്നു എന്റെ മക്കൾ 5 എണ്ണം ഉണ്ടെങ്കിൽ അതിൽ 1 എണ്ണം ആലിമാകണം. എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന ഒരു മകന്, എന്റെ മയ്യത്ത് നമസ്കരിക്കാൻ അറിയുന്ന ഒരു മകന്, എന്റെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് യാസീനോദി ഖത്തമോദിയിട്ട് അല്ലാഹുവേ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു ആലിമായ മകൻ എന്റെ കുടുംബത്തിൽ വേണമെന്ന് പഴയ വാപ്പമാർക്ക് വല്ലാത്ത നിർബന്ധമായിരുന്നു. അങ്ങനെയല്ലല്ലോ,
അല്ലാഹുവേ അങ്ങനെയല്ല. നമ്മുടെ ആഗ്രഹം മക്കളെ ആലിമീങ്ങളാക്കണമെന്നല്ല. കാരണം അവർക്ക് ശമ്പളമില്ല, അവർക്ക് പൈസ കുറവാണ്, അവർക്ക് അടിച്ചു പൊളിച്ച് നടക്കാൻ കഴിയില്ല. അല്ലാഹുവേ പടച്ചവനെ പടച്ചറപ്പിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരാ ആലിമീങ്ങള്. ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാ ആലിമീങ്ങള്. നമ്മൾക്ക് അവരുടെ മഹത്വം അറിയില്ല, എങ്കിലും മഹത്വം അറിയുന്ന ഒരു വിഭാഗമുണ്ട്. പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികളുണ്ടല്ലോ. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പള്ളിക്കാരിൽ കിടക്കുന്ന കബറാളികൾക്കറിയാം ഉസ്താദിന്റെ മഹത്വം എന്താ, ആലിമീങ്ങളുടെ മഹത്വം എന്താ, ഇൽമു പഠിക്കുന്ന ഒരു മനുഷ്യന്റെ മഹത്വം എന്താണ്. ജീവിച്ചിരിക്കുന്നവരിൽ അധികം പേർക്കും അറിയില്ലെങ്കിലും പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തുകൾക്ക് നല്ലതുപോലെ അറിയാം. കാരണം എന്തറിയുമോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞ സ്വഹാബ, പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികൾ ആഗ്രഹിക്കുമെന്നാണ്. അല്ലാഹുവേ ഒരു ആലിമ് വന്നിരുന്നെങ്കില്, ഒരു ആലിമ് ഈ പള്ളിപ്പറമ്പിലെ ഖബർസ്ഥാനിലൂടെ നടന്നു പോയിരുന്നെങ്കില് എത്രയോ നല്ലതായിരുന്നു. അല്ലാഹ് ഖബറാളികൾ ആഗ്രഹിക്കുമെന്നാ. കാരണമെന്തെന്നറിയുമോ, ആ ഖബർസ്ഥാനിലൂടെ ഒരു ആലിമ് നടന്നു പോയാൽ ആ മനുഷ്യൻ നടന്നു പോയതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഖബറാളികൾക്ക് പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ ആലിമിന്റെ മഹത്വം, ആലിമിന്റെ പവർ. പ്രിയമുള്ളവരെ, പക്ഷേ നമ്മളിൽ പലർക്കും അത് തിരിയാറില്ല. അതുകൊണ്ടാണ് പുതിയ തലമുറ എന്റെ മകനെ ഡോക്ടറാക്കണം, എഞ്ചിനീയറാക്കണം, എംഎക്കാരനാക്കണം, ഡിഗ്രിക്കാരനാക്കണം, എല്ലാവരും ഗവൺമെന്റ് ജോലിക്കാരാകണം. ഇന്നത്തെ ഉമ്മയുടെയും വാപ്പയുടെയും ആഗ്രഹങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാവരും അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ്, അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടാണ്. ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ നല്ല നല്ല ഉയരങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി പടച്ചവനെ എന്തിനാ മദ്രസയിൽ പോലും അരമണിക്കൂർ പഠിക്കാൻ വിടാൻ, മദ്രസയിൽ പോലും തന്റെ മക്കളെ ഒരു അരമണിക്കൂർ പഠിക്കാൻ വിടാൻ നമ്മളിൽ പലർക്കും സമയമില്ലാതെ വരുമ്പോ ആലിമിന്റെ മഹത്വം എന്നറിയുമോ, എന്താണ് ആലിമിന്റെ മഹത്വം എന്തെന്നറിയുമോ? സാരമല്ല സഹോദരാ, വല്ലാത്ത മഹത്വമാണ്. ആദരിച്ച മനുഷ്യനാണ് ആലിമ്, ആദരിച്ചവനാ ആലിമ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തര അവകാശികളാണ് ആലിമീങ്ങൾ. എല്ലാവർക്കും ഇൽമു പഠിക്കാൻ കഴിയില്ല, എല്ലാവർക്കും ഖുർആൻ കാണാതെ പഠിക്കാൻ കഴിയില്ല, എല്ലാവർക്കും മുത്തുനബിയുടെ ജീവിതം ഹദീസുകൾ അവിടുന്ന് പഠിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, കാരണം അത് അല്ലാഹുവിന്റെ പ്രകാശമാണ്, അല്ലാഹുവിന്റെ നൂറാണ്. ഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖുൻ നൂറുല്ലാഹി ലാ യുഅതാ ലിഅസീഹി. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അല്ലാഹു അറിവ് കൊടുക്കൂ, അല്ലാഹു ഇൽമു കൊടുക്കൂ, അവരെ ആലിമീങ്ങളാക്കൂ. എന്റെ പ്രിയമുള്ളവരോട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ ഒരു ചരിത്രം മാത്രം പറഞ്ഞു തരാ. ആലിമിന്റെ ചരിത്രം പറയട്ടെ. ആലിമിന്റെ ചരിത്രം പറയണ്ട, ആലിമിനെ സ്നേഹിച്ച മനുഷ്യന്റെ മഹത്വം പറഞ്ഞു തരാ. പ്രിയമുള്ളവരെ, തൃപ്പനിച്ചി ഉസ്താദിന്റെ പേരാണ്. അല്ലാഹുവേ, ആ മഹാനവല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ്. നിങ്ങളുടെ സ്നേഹം വെറുതെയല്ല, നിങ്ങളുടെ സ്നേഹം വെറുതെയല്ല. ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാ. ഒരു ആലിമിനെ സ്നേഹിച്ച ഒരു മനുഷ്യന്റെ മഹത്വം പറയാ. ഒരു ചരിത്രം പറയുകയാണ്. ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഉസ്താദന്മാരെ സ്നേഹിക്കുന്നവര്, ഉസ്താദന്മാരെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന
പറയുന്നവര്, ഉസ്താദന്മാരെ ആദരിക്കുന്നവര്, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമെന്തെന്ന് ഞാൻ പറഞ്ഞു തരാ. മഹാനായ സയ്യിദ് അലാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരികയാണ്, ഒരു നാട്ടിന് മഴയില്ല, അടക്കമല്ലാത്ത പ്രയാസത്തിലാണ്. വെള്ളം കിട്ടാതെ വരുമ്പോ മനുഷ്യനോ മൃഗങ്ങൾക്കോ കുടിക്കാൻ വെള്ളമില്ല, എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ്. അവസാനം ജനങ്ങൾ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാ. മഴയില്ലാതെ വന്നപ്പോ കുടിക്കാൻ വെള്ളമില്ല, ജനങ്ങൾ മുഴുവനും വല്ലാത്ത പ്രയാസത്തില. ആ സമയത്ത് നാട്ടുകാർ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി. എന്തിന്? അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന് വേണ്ടി ഒരു നാട്ടുകാര് മുഴുവനും ഒരുമിച്ച് കൂടി. അവസാനം എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ ഞങ്ങൾക്ക് നീ മഴ തരണം തമ്പുരാനെ. എല്ലാരും അള്ളാഹിനോട് ദുആ ചെയ്തു, പക്ഷെ മഴ പെയ്യണില്ല. എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്തു, മഴ പെയ്യുന്നില്ല. എല്ലാവരും വല്ലാത്ത വേദനയിലായി. പടച്ചവനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ദുആ ചെയ്തിട്ട് പോലും മഴ കിട്ടിയില്ലല്ലോ അല്ലാഹ്. എല്ലാവരും വലിയ പ്രയാസത്തില. അങ്ങനെ എല്ലാവരും വളരെ ദുഃഖത്തോടുകൂടി